നമസ്കാരം, സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഹരികൃഷ്ണൻ. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. ഉഷ്ണതരംഗ സാധ്യത പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ യോഗം ചേർന്നു. അടിയന്തരമായി ഫയർ ഓഡിറ്റ് നടപ്പിലാക്കാൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. 3 ദിവസമായി നടന്നുവന്ന CPIM വടക്കഞ്ചേരി ഏരിയ ജാഥ സമാപിച്ചു. ഫെബ്രുവരി 25 നടക്കുന്ന ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധത്തിന്റെ പ്രചരണാർത്ഥമാണ് ജാഥ സംഘടിപ്പിച്ചത്. ഇനി ജില്ലയിൽ ഉത്സവങ്ങളുടെ ദിനരാത്രങ്ങൾ. ജില്ലയിലെ വേലപൂരം ഉത്സവങ്ങൾക്ക് തുടക്കം കുറിച്ച് പാടൂർ പണിക്കനാർ ക്ഷേത്രത്തിലെ വേലമഹോത്സവം ഞായറാഴ്ച. വാർത്തകൾ വിശദമായി. ഉഷ്ണതരംഗം സാധ്യത പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ കളക്ടറേറ്റിൽ യോഗം ചേർന്നു. അടിയന്തരമായി ഫയർ ഓഡിറ്റ് നടപ്പാക്കാൻ നിർദ്ദേശം. ജില്ലയിൽ ഉഷ്ണതരംഗ സാധ്യത മുന്നിൽ കണ്ട് കെട്ടിടങ്ങളിലും തീപിടുത്ത സാധ്യതയുള്ള മേഖലകളിലും അടിയന്തര ഫയർ ഓഡിറ്റ് നടപ്പിലാക്കാൻ ജില്ലാ കളക്ടർ G. പ്രിയങ്ക നിർദ്ദേശം നൽകി. മാലിന്യ നിക്ഷേപങ്ങൾ, മാർക്കറ്റുകൾ, വ്യവസായ മേഖലകൾ, കാട്ടുതീ സാധ്യതയുള്ള വനത്തോട് ചേർന്നുള്ള പ്രദേശങ്ങൾ, ഒഴിഞ്ഞുകിടക്കുന്ന കാടുപിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങൾ, പടക്ക നിർമ്മാണശാലകളും മറ്റ് വിൽപ്പന കേന്ദ്രങ്ങളും ഓഡിറ്റിംഗ് വിധേയമാക്കണം. വേനൽച്ചൂട് കനക്കുന്ന സാഹചര്യത്തിൽ കുടിവെള്ള വിതരണം സുഗമമാക്കുന്നതിനുള്ള ഇടപെടൽ നടത്താനും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യോഗത്തിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് K. മണികണ്ഠൻ, വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. 3 ദിവസങ്ങളിലായി നടന്നുവന്ന CPIM വടക്കഞ്ചേരി ഏരിയ ജാഥയ്ക്ക് സമാപനമായി. CPIMന്റെ നേതൃത്വത്തിൽ പാലക്കാട് പോസ്റ്റ് ഓഫീസ് ഉപരോധിക്കുകയാണ്. ആയിരക്കണക്കിന് വരുന്ന സമര വളണ്ടിയർമാർ അണിനിരന്നുകൊണ്ട് സംഘടിപ്പിക്കുന്ന ഉപരോധ സമരത്തിന്റെ സന്ദേശവുമായി CPIM വടക്കഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് T. കണ്ണൻ നയിക്കുന്ന ജാഥയാണ് ഈ വാഹനത്തിന്റെ CPM മന്നത്തൂർ ബ്രാഞ്ചിന് വേണ്ടി സഖാവ് S. സർപ്പൂതി, ആർമംഗലം ബ്രാഞ്ചിന് വേണ്ടി K. പ്രസന്നകുമാരി, കാട്ടുകുന്നോളം ബ്രാഞ്ചിന് വേണ്ടി സഖാവ് K. V. ശിവൻ, കിഴക്കുമുറി ബ്രാഞ്ചിന് വേണ്ടി സഖാവ് D. മണി. 3 ദിവസങ്ങളിലായി നടന്നുവന്ന CPIM വടക്കഞ്ചേരി ഏരിയ ജാഥയ്ക്കാണ് സമാപനമായത്. ശനിയാഴ്ച കണ്ണമ്പ്രയിൽ നിന്നും ആരംഭിച്ച ജാഥ പുതുക്കോട് കണക്കന്നൂരിൽ സമാപിച്ചു. സമാപന പൊതുയോഗം CPIM സംസ്ഥാന കമ്മിറ്റി അംഗം C. K. രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കല്യാൺ സിൽക്കുകാരുടെ പരസ്യം പോലെ രാജസ്ഥാന്റെ ഏതോ മരുഭൂമിയിൽ നിന്ന് അവിടെ വെള്ളം ഒഴിച്ച് പരുത്തി കൃഷി ചെയ്ത് പരുത്തി നൂലെടുത്ത് ആ നൂല് നൂറ്റ് തുണിയുണ്ടാക്കി ആ തുണി കൊണ്ട് സാരി ഉടുത്ത് നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. അതുകൊണ്ട് നമുക്കെന്താ ഗുണം? ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്ത് ഗുണം? ഇതായിരുന്നു നമ്മുടെ രാജ്യത്തിന്റെ മാധ്യമങ്ങൾ പ്രധാനമായും ചർച്ച ചെയ്തത്. അതല്ലാതെ അതിന്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ചായിരുന്നില്ല. കേരളത്തോട് കാണിച്ച നിഷേധ നിലപാടിനെ സംബന്ധിച്ചായിരുന്നില്ല ചർച്ച. കേരളത്തിലൊന്നും കൊടുക്കാതിരുന്നതിൽ ആഹ്ലാദമായിരുന്നു, സന്തോഷമായിരുന്നു അവർക്കെല്ലാം. A. രാമദാസ് അധ്യക്ഷനായി. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥ ക്യാപ്റ്റൻ T. കണ്ണൻ. നമ്മൾ കാസർകോട്ട് പ്രവർത്തിക്കുന്ന ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ സ്ഥാപനം, അതേപോലെ തന്നെ കണ്ണൂരിൽ അഴീക്കൽ കോസ്റ്റ് ഗാർഡ് അക്കാദമി തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങൾ നമുക്ക് നഷ്ടപ്പെടുത്തിയതാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനത്തിൻ്റെ ഭാഗം. അതുപോലെ തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും, നമ്മുടെ ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ബഡ്ജറ്റിൽ റെയിൽവേക്ക് വേണ്ടി ഒന്നുമില്ല. റെയിൽവേ കോച്ച് ഫാക്ടറിയില്ല, റെയിൽവേ പുതിയ ലൈനുകളില്ല, പുതിയ വണ്ടികളില്ല. ഈ രീതിയിൽ റെയിൽവേ രംഗത്ത് പൂർണ്ണമായിട്ടും അവഗണിക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ ഏതെടുത്ത് പരിശോധിച്ചാലും കേരളത്തിലെ ജനങ്ങൾക്ക് ഉതകുന്ന ഒരു കാര്യവും ബഡ്ജറ്റിലില്ല. അങ്ങനെ ബഡ്ജറ്റിൽ ഇല്ലാത്തടത്ത് കേരളത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി വർത്തമാനം പറയാൻ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള 18 UDFന്റെ MP-മാർ തയ്യാറാകുന്നില്ല. മാനേജർ V. രാധാകൃഷ്ണൻ, TM ശശി, PP സുമോദ് MLA, K. ഓമന, K. രതീഷ്, K. സുലോചന, S. ഷക്കീർ എന്നിവർ സംസാരിച്ചു. CPIM വടക്കഞ്ചേരി ഏരിയ ജാഥയുടെ 2ാം ദിവസത്തെ സമാപനം വടക്കഞ്ചേരിയിൽ നടന്നു.
രണ്ടാം ദിനത്തിൽ വടക്കഞ്ചേരിയിൽ നടന്ന സമാപന പൊതുയോഗം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TM ശശി ഉദ്ഘാടനം ചെയ്തു. വടക്കഞ്ചേരി ലോക്കൽ കമ്മിറ്റിയിലെ 125 പേര് പറഞ്ഞാൽ 125 പേര് എന്ന് പറഞ്ഞാൽ പാർട്ടി അംഗങ്ങൾ മാത്രം എടുത്താൽ 1/3 താഴെയാണ്. അപ്പൊ വളരെ വിപുലമായ ഒരു മുദ്രാവാക്യം വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു സമരം. ജില്ലാ കേന്ദ്രത്തിലെ സ്ഥലപരിമിതി മൂലം വളരെ ചെറിയ ആളുകളെ പങ്കെടുപ്പിക്കാൻ നിശ്ചയിച്ചൊരു സമരം. ആ സമരത്തിന്റെ മുദ്രാവാക്യവും ആശയവും ഈ നാട്ടിലെ ഓരോ ഗ്രാമങ്ങളും അറിയേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് CPIM-ന്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലയിലെയും എല്ലാ ഏരിയ നേതൃത്വത്തിൽ കാൽനട പ്രകടന ജാഥ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായാണ് ഇവിടുത്തെ ജാഥ. വലിയ ചൂടാണ് ഈ കാലാവസ്ഥ. ഈ കാലാവസ്ഥയിൽ ഈ ഏരിയയിലെ പ്രധാനപ്പെട്ട 100-ലധികം നേതാക്കൾ നമുക്കറിയാം. അവിടെ ഇരിക്കുന്നവരെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. C. കണ്ണൻ അധ്യക്ഷനായി. ജാഥ ക്യാപ്റ്റൻ T. കണ്ണൻ, മാനേജർ V. രാധാകൃഷ്ണൻ, CK ചാമുണ്ണി, K. പ്രഭാകരൻ, C. തമ്പു എന്നിവർ സംസാരിച്ചു. തിരുവനന്തപുരത്ത് നടക്കുന്ന ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ആശാവർക്കർ കോൺഗ്രസ് ഭിക്ഷാടന സമരം നടത്തി. KPCC ജനറൽ സെക്രട്ടറി KA തുളസി ഉദ്ഘാടനം ചെയ്തു. ഈ കഴിഞ്ഞ ബഡ്ജറ്റ് അവതരണ സമയത്ത് നമ്മുടെ നാട്ടിലെ ചിലരെങ്കിലും പ്രതീക്ഷിച്ചു കാണും, ഈ അവതരിപ്പിക്കാൻ പോകുന്ന ബഡ്ജറ്റിൽ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ നാട്ടിലെ സാധാരണക്കാർക്ക് ആശാവഹമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കും എന്ന് ചിലരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെയൊക്കെ പ്രതീക്ഷയെ ആസ്ഥാനത്താക്കിക്കൊണ്ട്, നമ്മുടെ ആ പ്രതീക്ഷകളെയൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ബഡ്ജറ്റ് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു നികുതി 50% വർദ്ധിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു. ചിങ്ങനൂർ മനോജ് അധ്യക്ഷനായി. CV സതീഷ്, മേരി ജോസ്, ലക്ഷ്മിക്കുട്ടി കോട്ടായി, സുനിത തരൂർ, K. ആദിക്കുട്ടി, കണ്ണപ്പൻ, സുമയ്യ, രാധ, റാണി, ഉഷാകുമാരി, സുമ, സുജിത എന്നിവർ സംസാരിച്ചു. മറ്റു വാർത്തകളിലേക്ക്. പാലക്കാട് നല്ലേപ്പിള്ളിയിലെ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ അഗ്നിബാധ. നല്ലേപ്പിള്ളി വാര്യത്ത് ചള്ളയിൽ പ്രവർത്തിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാന്റിനാണ് തീപിടിച്ചത്. ചിറ്റൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. തീപിടുത്തത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുമ്പോഴേക്കും അണയ്ക്കാനിടയായതിനാൽ വൻ ദുരന്തം ഒഴിവായി. പൊടിശല്യം രൂക്ഷം. പൊത്തപ്പാറ ചുവട്ടുപാടത്ത് കോൺക്രീറ്റ് പ്ലാന്റിലേക്ക് എത്തിയ വാഹനങ്ങൾ നാട്ടുകാർ തടഞ്ഞു. ചുവട്ടുപാടത്തിന് സമീപത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ ക്രഷർ, ദേശീയപാത നിർമ്മാണത്തിനായി പ്രവർത്തിക്കുന്ന PST റെഡി മിക്സിംഗ് പ്ലാന്റ് എന്നിവയിൽ നിന്നും റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾക്കൊപ്പം ഉയരുന്ന പൊടി തടുക്കാനാകാതെ വന്നതോടെയാണ് നാട്ടുകാർ കോൺക്രീറ്റ് പ്ലാന്റിന് മുൻപിൽ പ്രതിഷേധിച്ചത്. ഒരു തരത്തിലുള്ള മാനദണ്ഡങ്ങളും പാലിക്കാതെ പകലും രാത്രിയിലും ഇവിടേക്ക് ഭാരവാഹനങ്ങൾ എത്തുന്നത് മൂലം പാതയ്ക്ക് ഇരുവശവും സമീപത്തുള്ള വീടുകളിലും പൊടി വന്നു മൂടി. ചില വീട്ടുകാർ സ്ഥലം മാറിപ്പോകേണ്ട അവസ്ഥയിലാണ്. ഇവിടെയുള്ള പലർക്കും ശ്വാസതടസ്സം പതിവായി. ഗതാഗത മാർഗവും വഷളായി. വാഹനമോടിച്ച റോഡിലൂടെയുള്ള സഞ്ചാരം തന്നെ ഏറെ ശ്രമകരമാണ്. ഇനിയും പൊടി തിന്ന് ജീവിക്കാനാവില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും റോഡിൽ വെള്ളം തെളിച്ചും പൊടിശല്യം കുറയ്ക്കാനുള്ള ശ്രമമാണിപ്പോൾ നടക്കുന്നത്. ചുട്ടുപൊള്ളുന്ന വെയിലത്ത് അതും പ്രായോഗികമല്ല. 6 മീറ്റർ വീതിയുള്ള റോഡിലൂടെ 10 ടൺ ഭാരമുള്ള വാഹനങ്ങൾ പോകാൻ അനുമതിയുള്ളപ്പോൾ ഇതിലൂടെ കടന്നു പോകുന്നത് 70 ടൺ ഭാരമുള്ള വാഹനങ്ങളാണ്. അധികാരികളുടെ മൗനാനുവാദം ഇവർക്കുണ്ടെന്ന ആക്ഷേപവും ശക്തമാണ്. ടോൾ നൽകാതെ കടന്നു പോകുന്ന നിരവധി വാഹനങ്ങൾ പൊത്തപ്പാറ ചുവട്ടുപാടം പാതയെയാണ് ആശ്രയിക്കുന്നത്. പാതയുടെ വശങ്ങളിലായി സ്ഥാപിച്ചിരിക്കുന്ന 200ഓളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ചുവട്ടുപാടം പൊത്തപ്പാറ ശുദ്ധജല വിതരണ പൈപ്പ് ഭാരവാഹനങ്ങൾ കയറി നിരന്തരം പൊട്ടുന്നതും കുടിവെള്ളം നിലയ്ക്കുന്നതും ഇവിടെ പതിവാണ്. തീർത്തും ഗ്രാമീണ മേഖലയായ ഇവിടുത്തെ സാൻഡ് ക്രഷറും കോൺക്രീറ്റ് പ്ലാന്റും മാറ്റി സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനും ബന്ധപ്പെട്ട അധികാരികൾക്കും ഇത് സംബന്ധിച്ച് ഭീമഹർജി കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ. പ്രതിഷേധ സമരം പഞ്ചായത്ത് അംഗം അമ്പിളി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും അറിയാം, ഇതുപോലൊരു പ്ലാന്റുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ജനവാസ മേഖലകളിലുള്ള ഗതാഗത യോഗ്യമായിട്ടുള്ള റോഡുകളിൽ വെള്ളം നിറച്ചുകൊണ്ട് ആ റോഡുകൾ മൊത്തം ഫില്ല് ചെയ്ത് വൃത്തിഹീനമായിട്ടുള്ള ഭാഗങ്ങളെല്ലാം ശുദ്ധീകരിക്കണമെന്ന്, അതിന് കൃത്യമായിട്ടുള്ള അവരുടെ ലംഘനം എങ്ങനെയെന്ന് പറഞ്ഞു കൊടുത്തിട്ടും അത് ജനങ്ങളുടെ കണ്ണിൽ പൊടി വീഴുന്ന ഒരു വിധേന കുറച്ച് മണിക്കൂറുകൾ മാത്രം വെള്ളം തെളിച്ചുകൊണ്ടും പാലിക്കേണ്ട കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രം പോയിക്കൊണ്ട് ദിവസേന നമ്മളെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ABK സേവ്യർ അധ്യക്ഷനായി. ആൽബർട്ട് തൈമറ്റം, ജോൺസൺ ബാബു, ഷിബു ജോൺ, ധനീഷ് ദാമോദരൻ, സിജോ മാത്യു, അരുൺ S എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ വേലപൂരം ഉത്സവങ്ങൾക്ക് തുടക്കം. പാടൂർ പണിക്കനാട് ക്ഷേത്രത്തിലെ വേലമഹോത്സവം ഞായറാഴ്ച ആഘോഷിക്കും. ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾക്ക് ശേഷം പഞ്ചാരിമേളം,
വേലമന്നിലേക്ക് വാളും ചിലമ്പും എഴുന്നള്ളിക്കൽ ഈടുവെടി എന്നിവ നടക്കും. തുടർന്ന് ക്ഷേത്രത്തിൽ നിന്ന് 5 ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി പാണ്ടിമേളത്തോടുകൂടി എഴുന്നള്ളത്ത് ആരംഭിച്ച് പന്തലിൽ എത്തുന്നതോടെ പഞ്ചവാദ്യം ആരംഭിക്കും. തുടർന്ന് കരിമരുന്ന് പ്രയോഗം, ഇരട്ടത്തായമ്പക, കാഴ്ചശീവേലി, കളമെഴുത്തുപാട്ട്, തേരും കുതിരയും എഴുന്നള്ളിക്കൽ എന്നിവ ഉണ്ടായിരിക്കും. പാടൂർ പണിക്കനാട് ക്ഷേത്രത്തിലെ വേലയുത്സവത്തിന്റെ ചടങ്ങുകളെക്കുറിച്ച് ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ സ്റ്റാർട്ട് ന്യൂസിനോട് പാടൂർ വേലയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ജില്ലയിലെ ഉത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് പാടൂർ വേലയാണ്. ആദി പാടൂർ അന്തി മംഗലം എന്നാണ് ചൊല്ല്. പാടൂർ വേല എല്ലാ വർഷവും കുംഭം 11-ാം തീയതിയാണ് ആചരിക്കുന്നത്. ഇത്തവണത്തെ വേല 2025 ഫെബ്രുവരി 23 കുംഭം 11 ഞായറാഴ്ച ആണ് ഈ വേല വന്നിരിക്കുന്നത്. വേലയെ സംബന്ധിച്ചിടത്തോളം വേലയുടെ മുന്നൊരുക്കങ്ങൾ എന്ന് പറയുമ്പോൾ വേലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ടുള്ള ആനപ്പന്തൽ, വളരെ ആകർഷകമായ 5 നിലയിലുള്ള ആനപ്പന്തലാണ് ഇത്തവണ വേലയ്ക്കായി ഒരുക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ വേലയോടനുബന്ധിച്ച് 3 ദിവസങ്ങളിലും പ്രോഗ്രാംസ് ഉണ്ട്. നാടൻപാട്ട്, ഗാനമേള, കുട്ടികളുടെ നൃത്തനൃത്യങ്ങൾ എന്നുള്ള പ്രോഗ്രാംസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ വേലയോടനുബന്ധിച്ച് ഇത്തവണത്തെ മേളം കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ അവാർഡിന് അർഹനായിട്ടുള്ള പഴുവിൽ രഘുമാരാരുടെ നേതൃത്വത്തിലുള്ള മേളമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ പഞ്ചവാദ്യം ശ്രീ മായന്നൂർ രാജുവിൻ്റെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യമാണ്. അതേപോലെ തന്നെ ആലങ്കോട് ഗിരീഷിൻ്റെ നേതൃത്വത്തിലുള്ള ഡബിൾ തായമ്പകയാണ് രാത്രി വൈകുന്നേരം അമ്പലത്തിലുണ്ടാവുക. അതുപോലെ തന്നെ വെടിക്കെട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ വേലയ്ക്ക് 5 ദിവസം മുൻപ് തന്നെ വെടിക്കെട്ടിന് അനുമതി, ഹൈക്കോടതി അനുമതി വേലയ്ക്ക് കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സാമ്പിൾ വെടിക്കെട്ട് നടന്നു കഴിഞ്ഞു. വേലയോടനുബന്ധിച്ച് വൈകുന്നേരം 8:30-ക്ക് ഗംഭീരമായിട്ടുള്ള കരിമരുന്ന് പ്രയോഗമുണ്ടാവും. അതുകൊണ്ട് എല്ലാ ആളുകളും ഈ വേലയ്ക്ക് നേരത്തെ തന്നെ എത്തി ഈ വേല വലിയൊരു വിജയമാക്കി തീർക്കണമെന്ന് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും അഭ്യർത്ഥിക്കുകയാണ്. പാടൂർ ശ്രീ പണിക്കനാട് ക്ഷേത്രത്തിൻ്റെ വേല മഹോത്സവത്തോടനുബന്ധിച്ച് എല്ലാ കാര്യങ്ങളും സെറ്റപ്പായിട്ടുണ്ട്. ഫയർ വർക്സിലുള്ള അനുമതി കിട്ടി. അതേപോലെ തന്നെ ആന എഴുന്നള്ളത്തിലുള്ള അനുമതി. കാലത്ത് ഗണപതി ഹോമത്തോട് കൂടിയിട്ട് പരിപാടികൾ ആരംഭിക്കും. നിയമപ്രകാരം തന്നെ ഞങ്ങൾ ആനകളെ എഴുന്നള്ളിക്കുന്നതായിരിക്കും. എല്ലാ കാര്യങ്ങളും വെൽ പ്രിപ്പയർഡായിട്ട് ഞങ്ങൾ ശരിയാക്കിയിട്ടുണ്ട്.